സംസ്ഥാനത്തെ പോലീസുകാർക്ക് പോലീസ് ആസ്ഥാനത്ത് നിയന്ത്രണം. പോലീസുകാർ അനിയന്ത്രിതമായി ആസ്ഥാനത്തേക്ക് എത്തുന്നുവെന്നാണ് വിവരം. ഇത് ആസ്ഥാനത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി വീണ എം.എസ്. ചേരുന്നു. വീണ, എന്തായാലും പോലീസുകാർക്ക് തന്നെ പോലീസ് ആസ്ഥാനത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്? അശ്വതി, പോലീസ് ആസ്ഥാനത്ത് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണം അത് അനിയന്ത്രിതമായി ആണ് നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസുകാർക്ക് പോലീസ് ആസ്ഥാനത്ത് എത്തുന്നതിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ഓണസമയമാണ്, ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ട്. പലയിടത്തും ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കടക്കം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂടാതെ തന്നെ പല ആവശ്യങ്ങൾക്കുമായി അനിയന്ത്രിതമായി പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പോലീസ് ആസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ അത് താളം തെറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാരണം പല ആവശ്യങ്ങൾ കൊണ്ടും അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പല ഉദ്യോഗസ്ഥർക്കും വരുന്ന ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമൊക്കെ അനിയന്ത്രിതമായിട്ടുള്ള സമയം നഷ്ടപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ മാത്രം ആസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ പോലീസ് ആസ്ഥാനത്തെ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും അടക്കം വിവരങ്ങൾ ശേഖരിച്ച് അവരെപ്പോഴാണ് എത്തുന്നത്, കൂടിക്കാഴ്ചയ്ക്ക് എടുക്കുന്ന സമയം, ആ സമയങ്ങളിലടക്കം കൃത്യമായിട്ടുള്ള സമയമടക്കം അനുവദിച്ച് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അശ്വതി, തീർച്ചയായും വിവരങ്ങൾ വ്യക്തമാണ് വീണ.